കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ. ഒന്നാം പ്രതി ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് തീരുമാനമെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ കുറ്റപ്പെടുത്തി. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാൽ, കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 5 പേർക്കാണ് പരോൾ അനുവദിച്ചത്. 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 6-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി വിഷ്ണുസുര എന്നിവർക്കാണ് പരോൾ ലഭിച്ചത്. LDF സർക്കാർ അധികാരം ഒഴിയും മുൻപ് 20 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന ഇവർ നാട്ടിലെത്തി. ഇത് 3-ാം തവണയാണ് പീതാംബരന് പരോൾ ലഭിക്കുന്നത്. നേരത്തെ കേസിൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷിക്കപ്പെട്ട് 6 മാസത്തിനുള്ളിൽ തന്നെ പ്രതികൾക്ക് പരോൾ ലഭിച്ചിരുന്നു. മുൻപ് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ പരോൾ വ്യവസ്ഥയിൽ അതില്ല. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് പ്രതികൾക്ക് പരോൾ നൽകുന്നത് എന്നും LDF സർക്കാർ ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്തുവെന്നും ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. ഇവർക്ക് എവിടെയും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പോകാമെന്നുള്ള ഒരു രീതിക്കാണ് ഇപ്പോൾ പരോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു ജനങ്ങളുടെ രോഷമുണ്ട് നാട്ടിനകത്തും പുറത്തും. അപ്പോൾ അതൊരു വലിയൊരു കലാപാന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നിലയിലുള്ള ഒരു നടപടി വേണമെന്നുള്ളത് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടും. അതേസമയം പ്രതികൾ നാട്ടിലെത്തിയാൽ സംഘർഷ സാധ്യതയുണ്ടാകുമെന്ന പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് ജയിൽ ഉപദേശക സമിതി പ്രതികൾക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകിയെന്ന ആക്ഷേപവും ഇതിനകം ഉയർന്നിട്ടുണ്ട്. അതിനിടെ കല്യോട്ട് മേഖലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.